നൽസർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യിക്കരുതെന്ന വിവാദ ഉത്തരവ് തിരുത്തി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ. ബിരുദദാന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പങ്കെടുക്കുന്നതിൽ വിദ്യാർത്ഥികൾ വിയോജിപ്പ് അറിയിച്ചതിന് പിന്നാലെ സ്റ്റേറ്റ് ബാർ കൌൺസിലുകൾക്ക് നൽകിയ നിർദ്ദേശമാണ് പിൻവലിച്ചത്. പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. പ്രതികാര നടപടി പിൻവലിച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുമെന്ന് CJP വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഷബ്ന ചേരുകയാണ്. ഷബ്ന, ഇതിപ്പോൾ വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതികാര നടപടിയുമായി ബാർ കൗൺസിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ആദ്യം പുറപ്പെടുവിച്ചത്. ദേശീയ നിയമ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്യുന്നതിന് വിലക്കിയായിരുന്നു ഈ ഉത്തരവ്. കാരണം ചീഫ് ജസ്റ്റിസിനെതിരെ ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് CJPയുടെ സമരമടക്കം നടന്ന സാഹചര്യത്തിൽ, അത്തരത്തിലൊരു പ്രതിഷേധമടക്കം നടന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ CJPയുടെ രൂപീകരണത്തിന് ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ കാരണമായതടക്കമുള്ള കാരണങ്ങൾ, അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ചീഫ് ജസ്റ്റിസ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എതിർപ്പ് അറിയിച്ചത്. എന്നാൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുന്നത് ഈ നിയമ വിദ്യാർത്ഥികൾ നിയമവ്യവസ്ഥയോടും നിയമ രംഗത്തുള്ളവരോടും ബഹുമാനം കാണിക്കേണ്ടതുണ്ട്. അത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിനെതിരെ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് അംഗീകരിക്കാൻ പറ്റില്ല എന്നതായിരുന്നു. പക്ഷെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ യോഗം കൂടുന്നത് വരെയായിരുന്നു ഈ തീരുമാനം, ഇത്തരത്തിൽ ബാർ കൗൺസിൽ ചെയർമാൻ തീരുമാനമെടുത്തത്. അതിനുശേഷം യോഗത്തിന് ശേഷം ഈ ബാർ കൗൺസിൽ ചെയർമാന്റെ തീരുമാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരം ഒരു ഉത്തരവ് പിൻവലിക്കുന്നതായും വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ എൻറോൾ ചെയ്യാൻ അവസരം ഒരുക്കുന്നതായും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഈ തീരുമാനത്തിനെതിരെ കേരളത്തിൽ നിന്നുള്ള ബാർ കൗൺസിൽ അംഗം മനോജ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ CJPയും ഇത് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് കാരണമാകും എന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. ശരി, എന്തായാലും ബാർ കൗൺസിൽ ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് എൻറോൾ ചെയ്യാം.